ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. In the name of Allah, the Beneficent, the Merciful. Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir rahmanir rahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala ashrafil mursalin wa ala alihi wa ashabihi ajma'in. കേരള മുസ്ലിം അസോസിയേഷൻ്റെ റമദാൻ ക്വിസിലേക്ക് മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം ചെയ്യും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അനുഗ്രഹങ്ങളെ അറിയുക, ശുക്ർ ചെയ്യുക എന്നുള്ളത്. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് അറിയുവാൻ ഇന്ന് രാവിലെ കിട്ടിയ ഒരു അറിവ് നിങ്ങളുമായി, അത് ഇതിൻ്റെ ഒരു തുടക്കമെന്ന് പറയുന്നതായിരിക്കുന്നത്. ഒരു വൃദ്ധനായ മനുഷ്യൻ പെട്ടെന്ന് കൊളാപ്സ് ചെയ്ത് വീഴുന്നു. അയാൾ നമ്മളെ ഇപ്പം ചുറ്റുപാടും സർവ്വസാധാരണമാണ്. അയാൾ വീഴുന്നു. ആ വീണ ഉടനെ തന്നെ നാട്ടുകാർ നല്ല ദയാദാക്ഷിണ്യമുള്ള ജനങ്ങളെടുത്ത് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിൻ്റെ പരിചരണം കഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞ് ഒബ്സർവേഷൻ റൂമിൽ അദ്ദേഹത്തേക്ക് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പുറത്തേക്ക് വന്നു. അദ്ദേഹം സാധാരണ മനുഷ്യനായിരുന്നു നമ്മൾ വരും. അപ്പോൾ അദ്ദേഹത്തിന് എന്തായാലും ഹോസ്പിറ്റൽ ബില്ല് ഉണ്ടാവുമല്ലോ. ആ ഹോസ്പിറ്റൽ ബില്ല് നോക്കിയിട്ട് അദ്ദേഹം ഇങ്ങനെ ഡോക്ടർ മുറിയിലേക്ക് വന്നപ്പോൾ ഹോസ്പിറ്റൽ ബില്ല് കണ്ടിട്ട് അങ്ങനെ കരയുകയാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി പോകുമ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്താണ് ബില്ലിൻ്റെ പ്രശ്നമാണോ, പൈസ ഇല്ലാത്ത പ്രശ്നമാണോ, ഞാനടക്കാം, കുഴപ്പമൊന്നുമില്ല. അയാൾ പറഞ്ഞു, അതിൻ്റെതല്ല പ്രശ്നം, ഞാൻ 74 വയസ്സുകാരനായ മനുഷ്യനാണ്. ഈ 74 വർഷമായി ഞാൻ അള്ളാഹു നൽകിയ ഓക്സിജൻ ശ്വസിച്ച് ഞാൻ ജീവിക്കുന്നു. അതിൻ്റെ കണക്ക് ഇതുവരെ പടച്ചവൻ ചോദിച്ചിട്ടില്ല. നിങ്ങളുടെ കണക്കിൽ പറഞ്ഞിരിക്കുന്ന തുക ഇത്രയാണെങ്കിൽ അതിലെത്ര നൽകേണ്ടി വരും എന്നുള്ളതാണ് എന്നെ ആകുലപ്പെടുത്തിയത്. ഒരുപാട് അദ്ദേഹം കരഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ അത് കേട്ട് സ്തബ്ധരായി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇബ്നുൽ ജൗസിയുടെ ഗ്രന്ഥത്തിൽ ഇതുപോലൊരു കാര്യം പറയുന്നുണ്ട്. പണ്ഡിതനായൊരു മനുഷ്യന്റെ മുന്നിൽ ഒരാൾ വന്നിട്ട് തൻ്റെ പരാതികളുടെ പാണ്ഡം അഴിക്കുകയാണ്. പരാതികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അതില്ല, ഇതില്ല, അത് കിട്ടിയിട്ടില്ല, ഇത് കിട്ടിയിട്ടില്ല, ഞാൻ എന്തൊരു മനുഷ്യൻ എങ്ങനെ പോകുന്നു, കുറേ പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പണ്ഡിതൻ ജ്ഞാനി പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമുണ്ട്. എന്നറിയോ, നിങ്ങളുടെ കണ്ണ് എനിക്ക് തരിക, ഞാൻ നിങ്ങൾക്ക് 2 ലക്ഷം ദിർഹം തന്നേക്കാം. അയാളതിന് സമ്മതിച്ചില്ല. നിങ്ങളുടെ കാത് എനിക്ക് തരിക, ഞാൻ നിങ്ങൾക്ക് 1-2 ലക്ഷം രൂപ നിങ്ങൾക്ക് ദിർഹം ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. അതിനും സമ്മതിച്ചില്ല. അപ്പം നിങ്ങളുടെ കൈകൾ തന്നാൽ അതിന് വലിയൊരു തുക ഞാൻ തന്നേക്കാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരും, നിങ്ങൾക്കെല്ലാം ആസ്വദിക്കാൻ വേണ്ടി പറ്റും. അപ്പം അദ്ദേഹം ജ്ഞാനി തിരിച്ചു പറയുകയാണ്, ഇത്രയും വലിയ കോടികളുടെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നിട്ട് നിങ്ങൾ എന്താണ് അതിന് നന്ദി പറയാത്തത്? അൽഹംദുലില്ലാ എന്ന് പറയൂ നിങ്ങൾ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പടനയിലുള്ള സഗീർ തൃക്കരിപ്പൂർ കിഡ്നി ഡയാലിസിസ് റിസർച്ച് സെന്റർ. അവിടെ ഡയാലിസിസിന് വേണ്ടി രോഗികൾ വരുന്നുണ്ട്. ഈ അടുത്ത് ഒരു രോഗിയുടെ കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടിയിട്ടുള്ള സോഷ്യൽ മാധ്യമങ്ങൾ വഴിയുള്ള ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന തുക 40-നും 45-നും ഇടയിലുള്ള തുകയാണ്. 45-നും 45 ലക്ഷത്തിൻ്റെ തുകയാണ്. ഇവിടെ വരുന്ന രോഗി 1-2 രോഗികളുടെ ഞാൻ ചോദിച്ചപ്പോൾ അതാണ് അതിൻ്റെ റേറ്റ് എന്ന് അവർ പറയുന്നത്. ചിലർ പറ്റിക്കപ്പെടാറുണ്ട് അതൊക്കെ. അപ്പോൾ ഒരു കിഡ്നി എന്ന് പറയുന്നത് ഒരു കിഡ്നിയാണ്. നമുക്ക് 2 കിഡ്നി ഉണ്ട്. അതിൽ ഒരു കിഡ്നിയുടെ കാര്യമായി പറഞ്ഞു. ഒരു കിഡ്നി വാങ്ങുന്നതിന് 45 ലക്ഷം രൂപയാണ് അവർ കൊടുക്കേണ്ടി വരുന്നത്. അത് ചെറിയൊരു പയറുമണി പോലുള്ള ഒരു അവയവമാണ്. നോക്കൂ എത്രമാത്രം വലിയ അനുഗ്രഹമാണ് നമ്മുടെ ഉള്ളത്. അത് നശിക്കുമ്പോഴാണ്, അതിൻ്റെ പ്രവർത്തനം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ഡയാലിസിസ് മെഷീനിലേക്ക് വരുന്നത്. അത് അല്ലാഹുവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അതിന് നമ്മൾ നന്ദി പറയുന്നുണ്ടോ എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ എണ്ണി പോവുകയാണെങ്കിൽ നമുക്ക് എണ്ണിയാ തീരും. സൂറത്തുൽ ഇബ്രാഹിമിൽ അല്ലാഹു പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് എണ്ണരുത്. അങ്ങനെ എണ്ണാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല എന്നാണ് പറഞ്ഞത്. നമ്മളൊന്ന് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് വിശകലനം ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് മനസ്സിലാവുക. സൂറത്തുൽ ബലദിൽ അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്ക് 2 കണ്ണ് ഞാൻ തന്നില്ലേ, 2 ചുണ്ടുകൾക്കിടയിൽ നാവിന് തന്നില്ലേ, സംസാരിക്കാനുള്ള ശേഷി നിങ്ങൾക്ക് ഞാൻ നൽകി, നിങ്ങൾക്ക് ഞാൻ കണ്ണ് തന്നു, കാണുവാനുള്ള കണ്ണ് പോയാലറിയാം കണ്ണിൻ്റെ കാഴ്ച നമ്മൾ പറയാറുണ്ടല്ലോ. അങ്ങനെ കണ്ണ് തന്നു. ആ കണ്ണിനെ കുറിച്ച് നിങ്ങളൊന്ന്
ചിന്തിച്ചു നോക്കൂ. ഖുർആനിൽ നമ്മുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതാണ് അള്ളാഹു പറയുന്നത്, വൈൻ തൗദ്ദു നിഅമത്തുള്ള, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ എണ്ണരുത്. നിങ്ങൾക്ക് അതിന് സാധിക്കും, തെളിഞ്ഞെത്തിപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഈ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുക, നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് തിരിച്ചറിയുക. മറ്റുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും, അതിന് പരാതികളും പരിവട്ടങ്ങളും പറയാതെ ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ട് അതിന് നന്ദി പറയുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അങ്ങനെ നന്ദി പറയുമ്പോൾ നമ്മുടെ മനസ്സിലെന്തുണ്ടാവണം, ഞാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്, ഈ അനുഗ്രഹം അള്ളാഹുവിൽ നിന്നുണ്ടായതാണ് എന്ന് ആഴത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പം നമ്മൾ പറയുന്ന അൽഹംദുലില്ലാഹ് വല്ലാത്തൊരു ആത്മീയതയുണ്ടാകും. അൽഹംദുലില്ലാഹ് എന്ന് പറയും. അപ്പോൾ നമുക്ക് അങ്ങനെ പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചുണ്ടുകൾ കൊണ്ട് നമുക്ക് അള്ളാഹുവിനെ സ്മരിക്കുവാൻ കഴിയും, അള്ളാഹുവിനെ നമുക്ക് സ്മരിക്കുവാൻ, നമ്മുടെ നാവുകൾ കൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുവാൻ കഴിയും. അങ്ങനെ അള്ളാഹുവിനെ സ്മരിക്കുന്നത് പകരം നമ്മൾ തെറിവഭിഷേകവും അതുപോലെ തന്നെ അസത്യങ്ങളും അസാംസ്കാരികവും അധാർമികവുമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് പറയാതെ തസ്ബീഹും തഹ്ലീലും തഹ്മീലും തക്ബീറും ഒക്കെ നമ്മുടെ നാവുകളെ കൊണ്ട് ചൊല്ലുമ്പോൾ അതിൻ്റെ അനുഗ്രഹങ്ങളുണ്ടാകും. അള്ളാഹുവിനെ ശുക്ർ പറയുക എന്നുള്ളതാണ്. അങ്ങനെ ശുക്ർ പറയുന്ന നമ്മുടെ മനസ്സിൽ അങ്ങനെ ശുക്ർ പറയുമ്പോൾ അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ എൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ നന്ദി ചെയ്താൽ അസീദന്നകും, തീർച്ചയായും നിങ്ങൾക്ക് ഞാനത് എന്ത് ചെയ്യും, വർദ്ധിപ്പിച്ചു തരും. അള്ളാഹു അനുഗ്രഹം വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. ആ അനുഗ്രഹം വർദ്ധിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ശ്രമിക്കുക. രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ചും നമ്മൾ ചെയ്ത നന്ദിയെക്കുറിച്ചും സ്മരിക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിൽ കുറച്ചുകൂടി നമ്മെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടാകും. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, നിങ്ങൾ ഈ മുകളിലേക്ക് നോക്കരുത്, കീഴ്പോട്ട് നോക്കുക, നിങ്ങൾക്ക് താഴോട്ടുള്ളവരിലേക്ക് നോക്കുക. അപ്പം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ദിവസത്തെ ചോദ്യം ഇതാണ്, അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നന്ദി കാണിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന വാഗ്ദാനം എന്താണ്?